കാർഷിക വാർത്തകളിലേക്ക്. വികസനം വേഗത്തിലാക്കാൻ ഇന്ത്യ കാർഷിക നയം പുനഃക്രമീകരിക്കണമെന്ന റിപ്പോർട്ട്. കൃഷിയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്നാണ് ഗ്രാൻഡ് തോട്ടന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഗവേഷണ സ്ഥാപനമായ ഗ്രാൻഡ് തോണ്ടൻ ഭാരതിന്റേതാണ് കാർഷിക വിജ്ഞാന റിപ്പോർട്ട്. ഇന്ത്യ കർഷകർക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, സബ്സിഡികൾ, അടിസ്ഥാന താങ്ങുവില എന്നിവയിലാണ് നിലവിൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിൽ നിന്ന് മാറി നിക്ഷേപം അടിസ്ഥാനമാക്കിയ വളർച്ചയിലേക്ക് ശ്രദ്ധ മാറ്റേണ്ടതുണ്ടെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കോ നിലവിലുള്ളത് സുസ്ഥിരമായ ഒരു മാർഗമല്ല. വരുമാന നിക്ഷേപത്തിനുള്ള നയവും അനുബന്ധ ബജറ്റും ആവശ്യമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. നീർത്തട മാനേജ്മെന്റ്, സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ, കാർഷിക യന്ത്രവൽക്കരണം, പൂന്തോട്ട പരിപാലനം എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ മെച്ചപ്പെട്ട നിക്ഷേപം ആവശ്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. റാബി സീസണിൽ ചോളം വരവ് കുറയുന്നു. 20 ദിവസത്തിനുള്ളിൽ വിപണിയിൽ ഉൽപ്പന്ന ലഭ്യത ഉറപ്പാക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ബീഹാറിലെ കാർഷിക ഉൽപ്പന്ന വിപണന സമിതി സംഭരണശാലകളിൽ റാബി ചോളത്തിന്റെ വരവ് 2 ആഴ്ചയാണ് വൈകിയത്. രാജ്യത്തെ ശൈത്യകാല വിളവെടുപ്പ് സീസണിലെ പ്രധാന ഉൽപാദന സംസ്ഥാനമാണ് ബീഹാർ. നിലവിൽ ചെറിയ അളവിൽ വിള വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 15-20 ദിവസങ്ങളിൽ വരവ് വർദ്ധിക്കുമെന്നാണ് ഐഗ്രെയിൻ ഇന്ത്യയിലെ രാഹുൽ ചൗഹാൻ പറയുന്നത്. ബീഹാറിലെ മൊത്തത്തിലുള്ള ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏകദേശം 15% കൂടുതലായിരിക്കുമെന്ന് ചൗഹാൻ പറഞ്ഞു. മികച്ച ഗുണനിലവാരവും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി ഉയർന്ന വിലയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സമീപ വർഷങ്ങളിൽ റാബി സീസണിൽ ചോളം ഉൽപാദനത്തിൽ സ്ഥിരമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2020-21 കാലയളവിൽ ഏകദേശം 100.92 ലക്ഷം ടണ്ണായിരുന്നു ചോളം ഉൽപാദനം. ഈ വർഷം 124.38 ലക്ഷം ടണ്ണായി ഉയർന്നു. ആന്ധ്രയാണ് ഉൽപാദനത്തിൽ രണ്ടാമതുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് US ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. തീരുവ കുറഞ്ഞ മറ്റ് രാജ്യങ്ങളിലെ വിപണികളെ തേടുകയാണ് ഒരു പോംവഴിയെന്ന വിദഗ്ധർ. US പരസ്പര താരിഫ് ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ സമുദ്ര മത്സ്യബന്ധന മേഖലയെ തളർത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യയേക്കാൾ കുറവ് താരിഫുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക കൂടുതൽ വിപണി തുറന്നു നൽകും. താരിഫ് മൂലം ഇന്ത്യൻ സമുദ്രോൽപ്പന്നത്തിന്റെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടാവും. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഇത് തിരിച്ചടിയാകും. അതിനാൽ അമേരിക്കയ്ക്ക് പുറത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. തീരുവ ഇല്ലാത്തതോ തീരുവ കുറഞ്ഞതോ ആയ രാജ്യങ്ങളിൽ US വിപണിയെ അപേക്ഷിച്ച് മത്സരക്ഷമത കുറവായിരിക്കും. യൂറോപ്പ്, ചൈന, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ വിപണികൾ ഇന്ത്യക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. മൂല്യവർദ്ധിത തന്ത്രങ്ങൾ പരിഷ്കരിച്ചും പുതിയ വിപണികൾ കണ്ടെത്തിക്കൊണ്ടും ഇന്ത്യൻ സമുദ്രോൽപ്പന്ന സംസ്കരണ മേഖല അവസരത്തിനൊത്ത് ഉയർന്നാൽ നിലവിലെ പ്രതിസന്ധി ഒരു നല്ല അവസരമായി മാറിയേക്കാമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇസ്രയേൽ വിപണി തേടി ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾ. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അടക്കം 10ഓളം ഇനങ്ങളാണ് ഇസ്രായേൽ വിപണിയിലേക്ക് എത്തിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഇസ്രയേൽ മന്ത്രി അവി ഡിക്റ്ററും തമ്മിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ 10 കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി നൽകണമെന്ന് ഇന്ത്യ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉഭയകക്ഷി കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഉള്ളി, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾ, പൈനാപ്പിൾ, മാമ്പഴം, മാതള നാരങ്ങ, മുന്തിരി, വെണ്ടയ്ക്ക വിത്തുകൾ എന്നിവയ്ക്കാണ് ഇന്ത്യ കയറ്റുമതിക്ക് അനുമതി ആവശ്യപ്പെട്ടത്. കയറ്റുമതിയെ സംബന്ധിച്ച് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഇന്ത്യൻ ഇസ്രയേൽ സർവീസസുമായി ചർച്ച നടത്തുമെന്ന് ഇസ്രയേൽ മന്ത്രി വ്യക്തമാക്കി. ഇസ്രയേൽ ഏജൻസിയായ മഷാവുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തുകൾ വികസിപ്പിക്കുന്നതിനും വിത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ വിത്ത് വിൽപ്പനയിൽ 14% വളർച്ച. സംസ്ഥാനങ്ങളിൽ മുന്നിൽ ഗുജറാത്ത്. കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ 2024-25 സാമ്പത്തിക വർഷത്തിൽ 1141.95 കോടി രൂപയുടെ റെക്കോർഡ് വിത്ത് വിൽപ്പന നടത്തി. തൊട്ടു മുൻപുള്ള വർഷത്തെ 1005.25 കോടി രൂപയിൽ നിന്ന് 14% വർധനയാണ് രേഖപ്പെടുത്തിയത്. NSEയുടെ വിത്ത് വിൽപ്പനയിൽ ഗുജറാത്തിന് തൊട്ടുപിന്നിൽ രാജസ്ഥാനുമാണ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയാണ് പ്രധാനമായും വിൽക്കുന്നത്. റാബി സീസണിലെ വിതയ്ക്കലിൽ വന്ന വർധനയാണ് വിൽപ്പന കൂടാൻ കാരണം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വിത്ത് വിൽപ്പനയിൽ 1550 കോടി രൂപയുടെ വിറ്റുവരവ് നേടാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2023-24 റാബി സീസണിൽ 555 കോടി രൂപയിൽ നിന്ന് 23% വർധനവോടെ ഈ വർഷം വിത്ത് വിൽപ്പന ഏകദേശം 684 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 450.7 കോടി രൂപയിൽ നിന്ന് 457.48 കോടി രൂപയായിരുന്നു.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യ എണ്ണ ഗുണമേന്മ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ എണ്ണ കമ്പനി ഉടമകളും ടെക്നോസർവും ധാരണയിലെത്തി. ഗുണനിലവാരമുള്ള എണ്ണ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയായ ടെക്നോസർവും സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും രാജ്യത്തെ ഭക്ഷ്യ എണ്ണ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സർക്കാർ മാനദണ്ഡങ്ങളനുസരിച്ചുള്ള ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഫോർട്ടിഫിക്കേഷൻ ചെയ്ത ഭക്ഷ്യ എണ്ണ ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം. ഉഭയകക്ഷി പരിശീലനം, വർക്ക്ഷോപ്പുകൾ, മേഖലാതല സെമിനാറുകൾ എന്നിവയിലൂടെ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദകരുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കാളിത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 200, RSS 5 197, ലാറ്റക്സ് 137, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 73,500, കുരുമുളക് അൺഗാർബിൾഡ് 71,500, ഏലക്ക 2,600 മുതൽ 2,700 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.